ഇതാണ് സീതക്കായ കൊണ്ടുള്ള മെഴുക്ക് പുരട്ടി. ഇത് സീതപ്പഴാന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത് ഈ സമയത്ത് മഴക്കാലത്ത് കുറേ ഉണ്ടാവും. പിന്നെ ഇതിൽ ഒരു പ്രത്യേകത, മഴക്കാലത്താവുമ്പോൾ ഈ ചക്കയിൽ വെള്ളം കയറണ പോലെ ഇതിലും വെള്ളം കിടക്കും. അപ്പോൾ ഇതൊരു പച്ചവെള്ളം ചവയ്ക്കും. വേനൽക്കാലത്താണെങ്കിൽ ഇത്തിരി ടേസ്റ്റ് കൂടും. പിന്നെ ഇതേപോലെ ആവുമ്പോഴാണ് ഇത് പൊട്ടിക്കാൻ പാടുള്ളൂ. അല്ലാന്ന് വെച്ചാൽ ഇത് 2-3-4 ദിവസം ഇരുന്നാലും പഴുക്കില്ല. അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് പഴുത്ത് കിട്ടും. പിന്നെ ഈ സീതക്കായ പഴുപ്പിച്ച് തിന്നാൻ മാത്രമല്ല, നമുക്കിതിനെ തോരനും വയ്ക്കാം. നമ്മൾ ഈ മുള്ളാത്ത തോരനൊക്കെ വയ്ക്കണ പോലെ ഇതും തോരൻ വെച്ച് കഴിക്കാം. ഇതിപ്പോൾ തോരൻ വയ്ക്കുക എങ്ങനെയാണെന്ന് ഇപ്പോൾ നമുക്ക് കാണാം. പഴുക്കാൻ പാകത്തിനുള്ള മൂപ്പ് വേണ്ട, ഈ തരം നോക്കിയെടുത്താലും മതി. ഇത് നടുമുറിച്ച് ഇത് തോല് ചെത്തുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് തോലിത്തിരി കനത്തിൽ ചെത്തി കളയണം, ഉള്ളിലേക്ക് കടത്തി. എന്നുവെച്ചാൽ നമ്മൾ ഈ സീതപ്പഴം തന്നെ തിന്നുമ്പോൾ അതിൻ്റെ തോലിൻ്റെ ഭാഗത്തുമ്പോൾ ഒരു കരകരാന്നുണ്ടാവും. അപ്പോൾ അത് കറിയിലും പെടും. അപ്പോൾ നല്ല പോലെ ചെത്തി കളഞ്ഞ് ഇതുപോലെ വെട്ടി ഇതിൻ്റെ കുരുവൊക്കെ ഇങ്ങോട്ട് മാറ്റി കളയണം. കുരു ഒന്നും ഇടാൻ പാടില്ല. എന്നിട്ട് അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. അതുപോലെ നുറുക്കിയെടുക്കുക. ഒരു 3-4 എണ്ണം എടുത്താലാണ് ഇതൊരു കൂട്ടാൻ വയ്ക്കാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നന്നാക്കി കഴിഞ്ഞു ഇത് കഴുകി നമുക്ക് അടപ്പത്ത് വയ്ക്കാം. ഇത് കുക്കറിൽ സ്റ്റീം അടിക്കേണ്ട ആവശ്യമില്ല. മുള്ളാത്തേര അത്രയും വേവ് ഇതിനില്ല. കണ്ടോ, അപ്പോൾ എല്ലാ കുരു അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞു. ഇത് അടപ്പത്ത് വെച്ചു. ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് തിളയ്ക്കുമ്പോൾ തീ അതുവരെ കൂട്ടിയിട്ട് തിളയ്ക്കുമ്പോൾ സിമ്മിലിട്ട് കുറച്ച് നേരം വയ്ക്കുക. എന്നിട്ട് വെന്തോ നോക്കുക. പിന്നെ വെന്തില്ലെങ്കിൽ ഒന്ന് കമഴ്ത്തി മൂടി കുറച്ച് നേരം വയ്ക്കുക. സീതക്കായ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ഉള്ളിയും മുളകും കുത്തിപ്പൊടിച്ച് കാച്ചാം. ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് മുളക് കുത്തിപ്പൊടിച്ചിട്ട് അതിൽ ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടി ചതച്ച് യോജിപ്പിച്ചതാണ്. ഇങ്ങനെ കാച്ചുമ്പോൾ ഈ കറികൾക്ക് നല്ല ടേസ്റ്റാണ്. ഉള്ളി മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരിക്കലും മുളക് പൊടി ഇടരുത്. അപ്പോൾ ആ കറിയുടെ ടേസ്റ്റ് പോവും, മുളക് പൊടി കരിയും ചെയ്യും. സീതക്കായ മുളക് കാച്ചി, ഇത് അത്തിക്കായ, മുള്ളാത്ത, കടച്ചക്ക ഇതൊക്കെ ഉപ്പേരി വയ്ക്കണ പോലെ തന്നെയാണ് ഇത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. അതിൻ്റെ കൂടെ ചാളക്കറി, നല്ല റേഷൻ്റെ അരി ചൂടുള്ള ചോറും. ഇറച്ചി മീനൊക്കെ കറിയാണെന്നുണ്ടെങ്കിൽ റേഷൻ്റെ വെള്ളരി ചോറ് വയ്ക്കും.